മണ്ണാർക്കാട്ടാകെ ലീഗിനെ ഞാൻ അങ്ങ് വലിച്ചു തേക്കുന്നൊക്കെ പറഞ്ഞാൽ എന്താ വർത്താനത്തിന്റെ ഒരു അർത്ഥം? നിങ്ങളെക്കാൾ വലിയ കൊലക്കൊമ്പന്മാര് വിചാരിച്ചിട്ട് നടക്കാത്ത സംഗതിയാണ്. പിന്നെ അല്ലേ ഇപ്പോ ഉള്ള ഈ പുതിയ ആൾക്കാർ എന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ എന്തൊക്കെ അട്ടഹാസങ്ങളാണ്. ചില ആളുകളുടെ വിചാരം പ്രസംഗം എന്ന് പറഞ്ഞാൽ വെല്ലുവിളി മാത്രമാണ്. എപ്പോഴും വെല്ലുവിളിക്കുക, അനങ്ങിയാ വെല്ലുവിളിക്കുക. ഈ വെല്ലുവിളിന്റെ വില തന്നെ പോയിപ്പോയി. ഇത്തരം ആളുകൾ പ്രസംഗിക്കുമ്പോൾ ഫുള്ള് വെല്ലുവിളിയാണ്. ഇവിടെ ആരിസ് സൂചിപ്പിച്ച പോലെ എന്താ ഉണ്ടായത്? മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ വിജയത്തിൽ ഒരു വലിയ വിജയാഹ്ലാദ പ്രകടനം നടന്നു. വിജയാഹ്ലാദ പ്രകടനം റോട്ടിലൂടെയാണ് നടന്നത്. സമീപത്ത് പാർട്ടി ഓഫീസുകൾ ഉണ്ടാകും. അവിടെ ഒന്നും ഒരു അനിഷ്ട സംഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാകാട്ട് ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് ഞങ്ങളുടെ നേതൃത്വം. അവിടെ ആ ഓഫീസിന്റെ പരിസരത്ത് ഞങ്ങളുടെ നേതാക്കന്മാർ, ആ വീഡിയോ കണ്ടാൽ അറിയാം, എല്ലാവരും നിൽക്കുന്നുണ്ട്. ആവേശത്തിൽ വല്ല കുട്ടികളോ അങ്ങോട്ട് തുള്ളിയാൽ അങ്ങോട്ട് പോകരുത്. റോട്ടിലൂടെയാണ് പ്രകടനം. പിന്നെ റോട്ടിലെ പ്രകടനം കണ്ടിട്ട് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിപ്പാണ്. തോറ്റതിനാണ്, ഞങ്ങൾ ജയിച്ചതിനാണ് പ്രകടനം നടത്തുന്നത്. ഞങ്ങൾ വേറെ ഒന്നും അവിടെ ചെയ്തിട്ടില്ല അല്ലേ? അവിടെ ഞങ്ങൾ ചെയ്യണ്ടല്ലോ. CPM ഓഫീസിൽ പടക്കം പൊട്ടിക്കാൻ ഇപ്പൊ CPM ഉണ്ട്. എന്ത് മര്യാദക്കുള്ള പടക്കല്ല, ഗുണ്ട് പൊട്ടിക്കും അല്ലേ? CPM ഓഫീസിൽ ഗുണ്ട് പൊട്ടിച്ചത് ആരാ? ഞങ്ങളല്ല. അവിടുത്തെ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന ആള് ഒരാവേശത്തിന്, ആ സന്ദർഭം ഒന്നും ഞാൻ പറയണില്ല. നിങ്ങൾ പിന്നെ അത് ബോംബ് എന്നൊക്കെ ചാനലൊക്കെ എഴുതി കാണിച്ചു. മണ്ണാർക്കാട് CPM ഓഫീസിൽ ബോംബ് പൊട്ടിയത് സംഗതി സാധുബം കൊണ്ടുപോയിട്ട് ഒരു പടക്കം പൊട്ടിച്ചതാണ്. അത് എന്തിനാണെന്നുള്ളതും അത് എന്തേർന്ന് അതിന്റെ ഇതിവൃത്തമൊന്നും ഞാൻ പറയേണ്ടതില്ല അല്ലേ? അപ്പൊ അത്തരം അക്രമങ്ങളെ എവിടെയും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. ചെയ്തതും ശരിയാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. പൊട്ടിച്ച ആളും CPM ആണ്, പൊട്ടിയ ഓഫീസും CPM ആണ് അല്ലേ? അത് നിങ്ങൾ തമ്മിലുള്ള തർക്കമാണ്. അതിന്റെ വിഷയം ഞാൻ പറയുന്നില്ല. ഒരു പ്രകടനവും എന്തേലും ബിലാലോ ഒക്കെ പറഞ്ഞിട്ടൊരു ഭയങ്കര പ്രകടനവും, അതിനെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ തന്നെ വലിയ കൊലവിളിയൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങളെ കാര്യം. ഞങ്ങളുടെ രാഷ്ട്രീയം അതല്ല. മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചവർ ആഹ്ലാദ പ്രകടനം നടത്തി. എവിടെയും അതിന് വഴി തെറ്റിയിട്ടില്ല. തെറ്റാണെങ്കിൽ സമ്മതിക്കില്ല. അതും പറഞ്ഞുതരാം. ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലക്ക് പറയുന്നു, ഈ നാട്ടിൽ ഇത്തരം അക്രമങ്ങളൊന്നും എവിടെ ഏത് കോണിൽ നിന്ന് വന്നാലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. ഇപ്പൊ തെങ്കരയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. എന്താ കാരണം? ഇതാ റഫീഖ് അവിടെ ഇരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാനാർത്ഥി പര്യടനവും കലാശക്കൊട്ടിന്റെ ദിവസം ഒരു പരിപാടി നടക്കുമ്പോൾ അതിന്റെ ഉള്ളിലേക്കാണ് കയറി വരികയാണ്. ഇതാരാ ഇത് അംഗീകരിക്കാൻ പറ്റും. അപ്പൊ അതിലുണ്ടായ കശപിശ